എന്തുവാടി ഇത്രയും ഗ്രീറ്റിംഗ് കാർഡ്? അതെന്റെ ഫ്രണ്ട്സിന് അയക്കാൻ. ഫ്രണ്ട്സിന് അയക്കാൻ എന്തിന് ഗ്രീറ്റിംഗ് കാർഡ്? മൊബൈലിൽ എടുത്തിട്ട് ഗ്രീറ്റിംഗ്സ് സെൻഡ് ചെയ്താ പോരെ. ഇനി കാർഡ് എന്തിന്? നീ അങ്ങ് ചെയ്താൽ മതി. ഇങ്ങനെ ഗ്രീറ്റിംഗ്സ് നമ്മൾ എഴുതി അയക്കുന്നതിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മൊബൈൽ അയക്കുന്നതിൽ കിട്ടില്ല. വെറുതെ പൈസ കളയാനായിട്ട് ഓരോന്ന്. ആ വന്നല്ലോ. കടയിന്ന്. ഫ്രണ്ട്സിന് അയക്കാൻ കുറച്ച് പേരുടെ അഡ്രസ് എൻ്റെ ഉണ്ട്. കുറച്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുക്കും, അല്ലാത്തവർക്ക് ഞാൻ വീട്ടിൽ പോയി നേരിട്ട് കൊടുക്കും. ചേച്ചി എനിക്ക് നേരിട്ട് തരുമോ? അല്ലെങ്കിൽ നിനക്കെന്തിനാ ഞാൻ കാർഡ് തരണേ? നീ എൻ്റെ ആര്? കാത്തു ചമ്മി നാറിയല്ല. ഞാൻ പോണേ. ഇവിടെ ഇരി മോളെ. ഇവിടെയൊക്കെ ആര് മൈൻഡ് ചെയ്യും? പോണെങ്കി പോട്ട്. കൊള്ളാവും. കൊള്ളാം. എഴുതി കഴിഞ്ഞാ? ഇതാർക്ക്? ആമയ്ക്കാ? ആമേലാമി. പരിപാടി? ഞാൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ ക്രിസ്മസ് കാർഡ് അയക്കുന്നു. മൺപറഞ്ഞു പോയ കലാരൂപങ്ങളൊക്കെ നീ കുഴിച്ചെടുത്തോണ്ടിരിക്കുകയാണല്ലോ. പിന്നല്ല. അയ്യോ, ഇവിടെ റയർ പീസ് അല്ലേ, ലാസ്റ്റ് പീസ്. അങ്ങനെ ഈ കാർഡിൽ ഏത് ഇഷ്ടപ്പെട്ടെ? മഞ്ഞ കാർഡ്. എല്ലാം മഞ്ഞയാണല്ലോ. എല്ലാം മഞ്ഞ. ഇതാ കൊച്ചിന്റെ കൈ കാണണ്ട. അത് ഇഷ്ടപ്പെട്ടാ? മൊയക്കുട്ടിയുടെ ഒരുപോലത്തെ കുറെ എണ്ണം ഉണ്ടല്ലോടെ. അങ്കിൾ ഇതുപോലെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാ കോളേജ് പഠിക്കുമ്പോഴാ ഇതുപോലെ കാർഡ് അയച്ചിട്ടുണ്ട് ആർക്കെങ്കിലും? ക്രിസ്മസ് കാർഡ്? ഞാൻ കാർഡൊന്നും അയച്ചിട്ട് ഇല്ലേ? ക്രിസ്മസിന്റെ സമയമാകുമ്പോ കൂട്ടുകാരന്മാരെ വീട്ടിലോട്ട് അങ്ങോട്ട് കയറും. നല്ല മപ്പിൽ ഫുഡ് അടിക്കും, വയറുന്നറിയാം. പിന്നെ അമ്മയുടെ കരോളിനൊക്കെ പോവും, പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരും. എത്ര ഉണ്ടായിരുന്നോളോ? അതുപോലെ മതി. ആർക്കും കാർഡ് അയച്ചിട്ടില്ലേ? ആർക്കും? ചുമ്മാ ആർക്ക് ആർക്ക് പറ. അയച്ചിട്ടില്ലെന്ന്. ഓ, അത് ചുമ്മാ പറ. സത്യം പറ. ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് 5-6 കാർഡ്. തിരിച്ചു കിട്ടിയാ? തിരിച്ചു കിട്ടി. ആർക്ക് കാർഡ് അയച്ച കാര്യം പറയണ? ഇടി ചിന്നു ഒപ്പച്ചിക്കിടി. ഓ കൊച്ചു കള്ളൻ. ഒന്നും മിണ്ടായിരിക്കണേ. ഒന്നുമില്ലേ മിണ്ടായിരിക്കണാണ് നല്ലത്. വാ തുറന്നാ പോയി. പിന്നെ പരനാള് നല്ല വാ തുറന്ന ഭയങ്കര സുഗന്ധാണല്ലോ കിട്ടണ. കണ്ട കണ്ട. ഞാൻ പോണ്. നീ ചോദിച്ചല്ലേ? ഞാൻ പോ. നിന്ന് താളം ചവിട്ടാതെ ഇറങ്ങിപ്പോ. താളം ചവിട്ടുന്ന കാരണം കണ്ടറിയാം. നിനക്ക് എന്ത് വില? നീ കൂടെ കൊണ്ട് നടക്കുകയും ചെയ്ത് കുടുങ്ങുണെന്ന് പറയുകയും ചെയ്യുന്നു. നിനക്ക് എന്ത് പ്രശ്നം? അവൾക്ക് ഭയങ്കര കൊടുത്തുരുമ്പാണ്. കാണുന്ന പോലെ ഒന്നും അല്ല. പിന്നെ നിനക്ക് തുരുമ്പില്ലായിരിക്കും. നിങ്ങളെ തുരുമ്പൊക്കെ പറക്കിക്കൊണ്ടിരിക്കും. ഞാൻ പോയി വല്ല തിന്നാണ്ടെന്ന് നോക്കിട്ടുണ്ട്. അടുക്കള പ്രദേശങ്ങളിൽ ചെറുതായിട്ട് പരതിയിട്ട് ഞാൻ താവാൻ. വളരെ നല്ലത് കാര്യം. തീരുമാനം. ആർക്ക് കാർഡ് എഴുതുന്നത്? അല്ല, ഞാൻ കണ്ടു നീ വന്നത്. നേരെ വിട്ടടിച്ച് മൂളി പോയല്ലോ. ഞാൻ ചുമ്മാ പിള്ളേരെ കാണാൻ വേണ്ടി പോയത്. നീ അതിനാണ് ഇവിടെ വരാന്ന് എനിക്കറിയാം. കാപ്പി കുടിച്ചാടാ? ഞാൻ ഒരു ചായ കുടിച്ചോണ്ട് ഇറങ്ങിയത്. ഒരു ചായ കൂടെ കുടി. ദോശ എടുക്കട്ടാ? ദോശ അതോടെ നിക്കട്ട്. നമ്മളെ പിങ്കിയെ ഒരു വെറൈറ്റി പെണ്ണാണ് കേട്ടാ. മറ്റേ നമ്മളെ റെട്രോ സ്റ്റൈലില് കാർഡൊക്കെ അവിടെ എഴുതിക്കൊണ്ടിരിക്കണ് പിള്ളേരെ കൊടുക്കാൻ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പിള്ളേരും മറ്റേ മൊബൈലിൽ അയക്കില്ലേ ഉള്ളൂ. ഇത് കാർഡൊക്കെ വാങ്ങിച്ച് എഴുതി പിള്ളേർ വേറെ എഴുതി വെച്ചോണ്ടിരിക്കണ കേട്ടാ. അവൾ അങ്ങനെ ഒരു ടൈപ്പാണ്. വട്ട് കേസ് ഓടാ. അങ്ങനെയൊന്നുമല്ല. അവളെ ഇച്ചിരി പഴയ സ്റ്റൈലാണ്. മനുഷ്യസ്നേഹി, മൃഗസ്നേഹി, പ്രകൃതി സ്നേഹം, ഇതേപോലത്തെ പല പഴയ കലാരൂപങ്ങൾ ഇതൊക്കെ കൊണ്ടു നടക്കുന്ന ആ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ്. അടിപൊളി തന്നെ കേട്ടാ. നിനക്കെന്തോ താല്പര്യം? നിനക്കെന്തോ താല്പര്യം? അവക്ക് ഒന്നിനോടും താല്പര്യമില്ല. അവള് മൊത്തത്തില് ചേട്ടത്തി പറയണത് അങ്ങനെ പറഞ്ഞില്ല, ഏകദേശമൊക്കെ. അതെ, ഇവിടെ ഒരു കപ്പ് കൊണ്ടുവരണമെങ്കിൽ ഈ ഞാൻ വേണം. ഇനി എടുത്താണോ മക്കളെ കപ്പട്? കപ്പി കുടിക്കാൻ എനിക്കിഷ്ടം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ ബോക്സിങ്ങിനും ജിംനാസ്റ്റിക്കിനൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയവളാണ് ഈ ഞാൻ. അതിന് മാത്രമൊന്നുമല്ല, അവൾ അച്ഛന്റെ മൂക്കിടിച്ച് വരത്തിയതിനും കപ്പ് കിട്ടിയിട്ടുണ്ട്. ശരിക്കും?
അത് പിന്നെ ഒരു കൈ അബദ്ധം പറ്റിയതാണ്. എന്റെ അടുത്ത് സ്പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞിട്ട് അച്ഛൻ കിടന്നു. ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞു വേണ്ട. മൂക്കടിച്ച് ഫിനിഷ് ചെയ്ത് ഉറങ്ങി നോക്കൗട്ടായി. നോക്കൗട്ടായി. എത്ര നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം കൊടുക്കും. ചിരിച്ച് കയ്യെ കൊടുത്ത് ഷേക്കാൻ്റെ കൊടുത്ത് കൊച്ചൊരു നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അപ്രീഷിയേറ്റ് ചെയ്ത് വിടണ്ടേ? തീർച്ചയായും ആരെന്ത് നല്ല കാര്യം ചെയ്താലും അനുമോദിക്കണം. എന്ത് ചെയ്തടി നീ? അങ്ങനെയല്ല അണ്ണാ, ഈ പെണ്ണെ നമ്മളെ കൊച്ചു കാർഡ് വിസിറ്റ് പേര് ക്രിസ്മസ് കാർഡൊക്കെ എഴുതി ഫ്രണ്ട്സിനെ കൊടുക്കണം. അത് ആലോചിച്ച് പറയുന്നത് നല്ല കാര്യം. അടിപൊളി അടിപൊളി. ഇപ്പോഴൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ലല്ലോ. പണ്ട് നമ്മളൊക്കെ ഇഷ്ടം പോലെ ചെയ്യായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ, എന്റെ ക്രിസ്മസ് കാർഡൊക്കെ തീരാറായി. എനിക്ക് ഇനി ഒരു 5 കാർഡും കൂടെ ആവശ്യമാണ്. 5 കാർഡും കൂടെ? 5 അല്ല, കുറച്ച് കാർഡും കൂടെ വേണം. നാട്ടുകാർക്ക് മൊത്തം അയക്കണടി നീ? എത്ര ഉണ്ടാക്കി? എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞൂടെ? തികയൂല, മേടിക്കണം. വാങ്ങിട്ട് ഞാൻ പൈസ തരാം, പോയി വാങ്ങിച്ചിട്ടോ. ഇനി ഇതിന് മാത്രമായിട്ട് പുറത്ത് പോണ്ടേ? നിങ്ങൾ പുറത്ത് പോകണ്ട. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് സാധനം വെച്ചോണ്ടോ? പോണുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പോവില്ലേ? ഇല്ല, ഞാൻ പൈസ തന്നിട്ട് ഞാൻ തന്നെ പോവാം. ഇനി വേണോ? കാർഡ് വേണോ? കാർഡ് വേണം. എങ്കിൽ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ടോ, ഞാൻ പൈസ തരാം. സിപ്പ കഴിച്ച് തിരിച്ചു വരാം. എന്താ പറയുക, ലാവിഷ് ആയിക്കോട്ടെ. എന്നാ ഓക്കെ. എന്താടോ തനിക്ക്? പറഞ്ഞ മനസ്സിലാവൂലേ? വച്ചിട്ട് പോയേ. പോ. എന്തോന്ന്? അഡ്രസ് എന്തിന്? ക്രിസ്മസ് കാർഡ് അയക്കാനാ? അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്തോടോ പറഞ്ഞ മനസ്സിലാവത്തില്ലേ തനിക്ക്? ജനിച്ചിനെ വെച്ച് എന്തിനു കാണണേ? അയ്യ, ഓ എന്റെ ദൈവമേ, ഇത് വലിയ ശല്യമായില്ല. ഫോൺ വെച്ചേ. ഫോണ് ആടി. ഇല്ലടി, ഇല്ല, ഞാൻ എഴുതിയില്ല. കെമിസ്ട്രി നോട്ടാ. ശരി. പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണില്? ഫോണില് ഞാൻ ഫോണില് കണ്ടുകൂടായിരുന്നു. അപ്പുറത്ത് ആരായിരുന്നു? അപ്പുറത്ത് ആരുമില്ല. അപ്പുറത്തല്ല, ഫോണില്. അവിടെ ആരായിരുന്നു ചോദിച്ചത്? ഫോണില് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ഏത് ഫ്രണ്ട്? ആമി. ഏതാമി? എന്റെ എല്ലാ ഫ്രണ്ട്സും എനിക്ക് അറിയാവോ? ഒരുവിധമൊക്കെ എനിക്ക് അറിയാലോ. ഒരു ഫ്രണ്ട് ആമി, സ്കൂളിൽ പഠിക്കണം. എന്തിനു വിളിച്ചപ്പോ? നിനക്ക് എന്തൊക്കെ അറിയണം ഇപ്പം? തുരുമാരി ഇത് ദേഷ്യം വരും എനിക്ക്. ഞാൻ പോണ. ഞാൻ ഇല്ല, അതിനെന്തിന് ഇത്ര ചൂടാവണേ? ഇതുള്ളല്ലോ. വാ. അല്ല, മേടിച്ചല്ലോ. നോക്ക്. എടി, ഞാൻ ഒരു സാധനം 2 സാധനം മേടിക്കാൻ മറന്നുപോയി. എന്നാ പോയി മേടിച്ചിട്ടോ. ഇവിടെ ഇപ്പൊ വരാമേ, വെയിറ്റ് ചെയ്യേ. ഇവിടെ നിന്നോളേ. പിങ്കി അഡ്രസ് ക്രിസ്മസ് കാർഡ് അയക്കാൻ. എന്റെ ദൈവമേ, ഇവിടെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേടാ? വീടിന്റെ മുന്നിലൂടെ പിങ്കിയും ചേച്ചിയും കൂടെ നടന്നു ഞാൻ കണ്ടായിരുന്നു. നിന്റെ ഈ ഒളിഞ്ഞ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ ഇതും കൂടെ ചൊറിഞ്ഞു വരെയാണ്. അപ്പോഴും സംസാരമാണ് പിങ്കിക്ക് ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമാണല്ലോ പിങ്കി, അത് മതി. എടാ നമ്മള് കുഞ്ഞു പ്രായമെടാ, ഇങ്ങനെയൊന്നും പാടില്ല. നമ്മളിപ്പോ പഠിക്കേണ്ട പ്രായം. പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിച്ചാൽ എന്നെ കല്യാണം കഴിക്കും വലുതായിട്ട്. ഇവനെ ഞാൻ പോടാ. പിങ്കി അഡ്രസ് പറ, പെട്ടെന്ന് ആരെങ്കിലും വരുന്നുമ്പേ. ഇത് വലിയ കഷ്ടമല്ലേ? എടാ ചേച്ചി വരോടെ കൈയും കാലം വിറക്കണടാ. ഒന്ന് പോടോ, ഒന്ന് പോ. ചേച്ചി വരുന്നുമ്പേ അഡ്രസ് പറ. ഞാൻ പോണേ, ബൈ. ഒന്നിട്ട് പോടാ. ആര്? ഇപ്പൊ പോയ ചെറുക്കൻ ആരെന്ന്? ഇപ്പൊ പോയ ആര്? റോഡാണെന്ന് നോക്കൂല. ആരടി ഇപ്പൊ വന്നിട്ട് പോയത്? കുറച്ചു മുമ്പേ വന്നിട്ട് പോയതല്ലേ? അത് പിന്നെ അത് മാർത്തോമ പള്ളി എവിടെന്ന് ചോദിച്ചു വന്നത്. മാർത്തോമ പള്ളിയാ? മാർത്തോമ പള്ളി എടി ഇവിടെ ഉള്ള ആളല്ലടി, ആ വഴി അറിഞ്ഞൂടാ. എന്ത് ചെയ്യാ? മാർത്തോമ പള്ളി എവിടെ എന്നൊക്കെ ചോദിച്ചു. ബോധമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. അല്ല, മാർത്തോമ പള്ളി നീ കൂടുതൽ ഒന്ന് ചിന്തിക്കണം. നീ എന്തിനടി ഈ വഴി കൂടെ പോണവർ ആൾക്കാരൊക്കെ ചിന്തിക്കാൻ പോണത്? എന്തോ ആടി റിങ്കി ബാ. നീ എന്തിനു വഴി പോണവരൊക്കെ വഴി പറയാൻ നടക്കുന്നത്? നീ ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വഴിയല്ലേ പറഞ്ഞു. കഷ്ടമായി ആടി. എല്ലാം നന്നായിട്ട് പോണ്. ഇവിടെ നിങ്ങൾക്ക് വന്നൂടെ? 1 മാസത്തെ അവധി ഇല്ലേ? വരുവോ? അങ്ങനെയാണെങ്കിൽ മറ്റേ ചേച്ചിയും ചേട്ടനെയൊക്കെ വിളിക്കാം. പരീക്ഷയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ? ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടല്ലേ പരീക്ഷയുള്ളൂ. അത് കുഴപ്പമില്ല. ഒരു ദിവസം മാറി നിന്ന് വന്നിട്ട് തോക്കൊന്നുമില്ല പരീക്ഷയ്ക്ക്. ശരി, ഓക്കെ.
ഈ മക്കളിപ്പോ ഒന്ന് ഞാൻ കുറച്ചു നേരം ആയി വന്നിട്ട്. ഇവിടുത്തെ വല്യമ്മച്ചി എന്തി? മോളുണ്ട്. പിങ്കിയല്ലേ? ആ എനിക്കറിയാവോ ചേച്ചിയുടെ എല്ലാ ഫ്രണ്ട്സിനും ഗ്രീറ്റിംഗ് കാർഡ് കൊടുത്തു, എനിക്ക് മാത്രം തരൂലാന്ന്. മക്കൾക്ക് തന്നില്ലേ? തരൂലാന്ന്. തരത്തില്ലടി ഇടി, നിനക്ക് ഞാൻ തരത്തില്ല. ഇടി, നിനക്ക് നാണം ഉണ്ടോ കാർത്തു? ഒരുമാതിരി വീട്ടിൽ കയറി വന്നിട്ട് എനിക്ക് ക്രിസ്മസ് കാർഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് കൊച്ചു പിള്ളേരെ കണക്ക്. ദേ, പെണ്ണെ, വീട്ടിൽ വരുന്ന കൊച്ചിനോട് ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനം പറയരുത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് നിന്നോട്? ഓ പിന്നെ പറയട്ടെ ആന്റി, പറയട്ടെ, ഉള്ളത് മൊത്തം പറയട്ടെ. ഈ സ്നേഹം എന്ന സാധനം അഭിനയിച്ചല്ല തീർക്കണേ, സ്നേഹത്തോടെ ഉള്ളീന്ന് വേണം, ഉള്ളീന്ന്. ആടി, എനിക്ക് ഉള്ളീന്ന് സ്നേഹമല്ല, ഉരുളക്കിഴങ്ങിന്നേ ഉള്ളു. ഓ രാവിലെ തുടങ്ങി രണ്ടും. എന്തോന്ന് കൊച്ചുങ്ങളെ, എപ്പ കണ്ടാലും ഇത് തന്നെയല്ലേ രണ്ടും വഴക്ക്. അല്ല, ഇന്നത്തെ പ്രശ്നം എന്താണ്? കാർഡ് കൊടുത്തു. കാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. കാർഡ് കാത്തുവിന് മാത്രം കാർഡ് കൊടുത്തില്ലെന്ന് അവള്. അത് നീ ചെയ്ത തെറ്റാണ് കേട്ടോ. അതാണ് കാര്യം. കാറില്ലായിരുന്നു. കാത്തുക്കുട്ടി, അങ്കിള് നല്ല അടിപൊളി ഒരു കാർഡ്, നല്ല ഭംഗിയുള്ള ഒരു കാർഡ് കാത്തുന് വാങ്ങിച്ചു. പോരെ? ഹാപ്പി അല്ലേ? ഇവളുടെ ചീഞ്ഞ കാർഡ് നിനക്കെന്തി? ഒരു കാർഡിന് വേണ്ടി ഇത്രയും വലിയ പ്രശ്നം കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതെ അതെ, ഞങ്ങൾക്കൊരു കാർഡ് അയച്ചില്ലേ? അല്ല, അവൾക്കൊരു കാർഡ് കൊടുത്തുകൂടായിരുന്നോ? എന്റെ കാർഡ് തീർന്നുപോയി. ഇവക്ക് അടുത്ത് കിടക്കണ ഇവക്ക് എന്തിനു കാർഡ് കൊടുക്കും? ഈ സ്നേഹമുള്ളവർക്ക് കാർഡൊക്കെ കൊടുക്കും. എനിക്ക് എത്ര കാർഡ് കിട്ടുമായിരുന്നു അറിയോ കൊച്ചിലേക്ക്? അയ്യോ, നിറച്ചും കിട്ടുമായിരുന്നു. കോളേജിലുള്ള എല്ലാവരും തരുമായിരുന്നു, സ്കൂളിൽ പഠിക്കുമ്പോഴും തരുമായിരുന്നു. അതേപോലെ അച്ഛന്റെ റിലേറ്റീവ്സ് ഒക്കെ പുറത്തില്ലേ, അവരൊക്കെ അയക്കുമായിരുന്നു. നിറച്ചും കാർഡ് കിട്ടും, നല്ല ഭംഗിയുള്ള കാർഡ്സ് കിട്ടുമായിരുന്നു. ഇത് കാണുമ്പോണ്ടല്ലോ മണിക്കുട്ടൻ ചേട്ടന് കട്ട അസൂയാണ്. കാരണം അങ്ങനെ കാർഡ് അയച്ചു കൊടുക്കൂല. അത് പിന്നെ എല്ലായിടത്തും അടിയും പിടിയായിട്ട് നടക്കുന്ന ആൾക്ക് ആരാണ് കാർഡ് കൊടുക്കുന്നത്? എന്നിട്ട് കാർഡൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട് എന്റെ അസൂയ മൂത്തിട്ട്. അല്ല അച്ഛാ, ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ കൊറേ കാർഡ് അച്ഛന് കിട്ടിയിട്ടുണ്ടെന്ന്. അതിൽ സ്പെഷ്യൽ ആയിട്ട് ആരാ അച്ഛന് കാർഡ് തന്നിട്ടുള്ളത്? സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാ ഉണ്ട്, ഒരു വിലപ്പെട്ട കാർഡ് ഉണ്ട്. ഉണ്ട്, ഒരു കാർഡ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് കാണണോ? കണ്ടാ കൊള്ളാം. പിന്നെ കാണിച്ചു കൊടു. എന്തോ കാർഡ് എടുത്ത് കാണിച്ചു കൊടുക്കേ. അതൊക്കെ കയ്യിലുണ്ടാ? അമ്മേ, അമ്മയ്ക്ക് കൂട്ടുകാരികളല്ലാതെ ഏതെങ്കിലും ചെക്കന്മാര് കാർഡ് തന്നിട്ടുണ്ടാ? ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനത്തേക്ക് വെറൈറ്റി? ഇടി, പണ്ടേ പാട്ട് കേക്കണ കാർഡ്, തുറക്കുമ്പോ മണം വരുന്ന കാർഡ്. ഓ തള്ളു തള്ളു, എന്റെ ദൈവമേ. നിനക്കൊന്നും അറിഞ്ഞൂടാ, നീ ഒന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ കാർഡുകൾ. സ്പ്രേ അടിച്ച കാർഡായിരുന്നു. അത് സ്പ്രേ അടിച്ചാണെങ്കിൽ എപ്പോ തുറന്നാലും നല്ല മണം വരും. നല്ല അടിപൊളി വലിയ കാർഡ്. ഇത്രയൊക്കെ കാർഡൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛാ എവിടെ? ഇത് കണ്ട, ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാർഡ്. ന്യൂ ഇയർ. ഇതാരാ അയച്ച കാർഡ്? ഇത് അച്ഛനെ ഡിഗ്രിക്ക് പഠിക്കുമ്പോ ഇംഗ്ലീഷ് പഠിപ്പിച്ച സാറാണ്. സാർ അങ്ങനെ ആർക്കും അയക്കൂല. പക്ഷെ ഞാൻ അവിടെ നല്ല പഠിക്കും. പിന്നെ എന്റെ സ്വഭാവമൊക്കെ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. സാറ് എന്നെ ഭയങ്കര കാര്യമാണ്. അങ്ങനെ സാർ എനിക്ക് അയച്ച കാർഡാണ്. എന്നാലും അച്ഛ ഇത്രയും വർഷം അച്ഛ ഇത് സൂക്ഷിച്ചു വെച്ചല്ലോ, അച്ഛനെ സമ്മതിക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ പുച്ഛം. ഒന്ന് കീറിയിട്ട് പോലും ഇല്ലല്ലേ അത്? ഇതാന്ന് മണത്തോ കിട്ടും. പണ്ടത്തെ മണം. പഴയ മണമൊന്നുമില്ല. അതിൽ ഈ പെട്ടിക്കകത്തൊക്കെ ഇരുന്നതിന്റെ മണങ്ങളെ ഉണ്ടാവുള്ളൂ. അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ പുസ്തകത്തിന്റെ മണം. നമുക്കും ഉണ്ട് ടീച്ചേഴ്സ്. അത് സ്വഭാവം പോലെ ഇരിക്കും. നിനക്ക് താമസിക്കാതെ ടീച്ചേഴ്സിന്റെ ഒരു കാർഡ് കിട്ടും. TC. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. എനിക്ക് ഒരുപാട് ക്രിസ്മസ് കാർഡ് എഴുതാറുണ്ട്. ഞാൻ അതാ നല്ലത്. വരണോ? എന്നിട്ട് അടി ഉണ്ടാക്കാനോ? വേണ്ട. എനിക്കേ എന്റെ ഫ്രണ്ട്സിനെ വിളിക്കാറുണ്ട് ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. ഞാൻ പോട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യം. സാറിന്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോ മരിച്ചു കാണും. ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ 10-90 വയസ്സെങ്കിലും ഉണ്ടാവും. കഷ്ടം. ഇതൊരു സ്നേഹമായിരുന്നു സാറിന്. പോട്ടെ. ദൈവമേ, തുടയ്ക്കാൻ വേണ്ടി തുണി എടുത്തോണ്ട് വന്ന് ഇവിടെ ഫോണും പിടിച്ചിരുന്ന് അത് കഴിഞ്ഞ് എന്തെന്നൊക്കെ വിഷയം സംസാരിച്ച് പണി മാത്രം നടക്കില്ലോ. അല്ല, നീ നാട്ടില് കുറെ ദിവസം ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നാ? ഞാൻ പോകാൻ പോയാ, പക്ഷെ ഒരു കാര്യമുള്ളതാണ് ഞാൻ വന്നത്. ചിന്നു വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. ചേട്ടൻ ചിരിക്കണം. ചേട്ടത്തി അറിഞ്ഞല്ലേ? എന്തോടാ? അത് അവിടെ ചിന്നുവിന് കാർഡ് അയച്ചെന്ന്, ക്രിസ്മസ് കാർഡ്. ആര്? എന്താ പൈങ്കിളി വാക്കുകളും കുറെ പഞ്ചാരയൊക്കെ വെച്ചോണ്ട്. ആര്? ഞാൻ അയച്ചെന്ന്, ഈ വീട്ടിൽ നിന്ന്. എന്നിട്ട് ചേട്ടത്തി ഞാൻ അയച്ചിട്ടില്ലെന്ന്. എനിക്ക് അയച്ചില്ലെന്നോ? ഇല്ല. അതിനിപ്പോ പ്രശ്നം തോന്നുന്നു. കാർഡ് കിട്ടി നിന്റെ പേരിലാണെന്നല്ലേ ഉള്ളൂ.
പ്രശ്നം എന്തോന്ന് വെച്ചപ്പോ കാർഡ് കിട്ടിയാൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഞാനല്ലല്ലോ അയച്ചത്. ആരെങ്കിലും അയക്കട്ടെ, നിന്റെ പേരിലും വെച്ച് നിന്നോട് സ്നേഹമുള്ള ആരെങ്കിലും ആയിരിക്കും. ആരെങ്കിലും കിട്ടുന്ന ആ പിങ്കി നീങ്ങ വാ, ഇവിടെ വാ. അവനെ ഞാൻ അയച്ചൊന്നുമില്ല അണ്ണ. എന്തോന്ന് ഇവനല്ല ചിന്നുവിന് ഒരു ക്രിസ്മസ് കാർഡ് വന്നെന്നും ഇവന്റെ പേരില് ഇവൻ അയച്ചതായിട്ട്. പക്ഷെ ഇവ അയച്ചില്ല ശരിക്കും. അയച്ച കുഴപ്പമെന്ത്? അതിനെ ഞാനും ചോദിച്ചു. അയച്ച കുഴപ്പം എന്താ, ഞാൻ അയച്ചിട്ടില്ലല്ലോ. നീ എന്റെ ഇത്ര വിഷമിക്കുന്ന എന്തിന്? അത് അപ്പച്ചിയുടെ കയ്യിലല്ലേ ചെന്ന് കിട്ടിയത്. അപ്പച്ചിയുടെ കൈ കിട്ടിയതിന് എനിക്കൊന്നും മനസ്സിലാവില്ലേ. അവൾക്കൊരു കാർഡ് വന്നു, അതിനിത്ര നീ എന്നെ വിഷമിക്കുന്ന? അല്ല വിഷമിക്കണല്ലെന്ന്, ഞാൻ ഒരു കാർഡ് അയച്ചില്ല. ഞാൻ നീ അവിടെ ഇവിടെ നീ വാ. ഈ വീട്ടിൽ നിന്ന് ഞാൻ കാർഡ് അയച്ചെന്ന് അവക്ക്. ഇല്ലടാ, ഇപ്പൊ സെറ്റപ്പ് ആക്കി തരാം. നീ അപ്പച്ചിക്ക് കാർഡ് അയച്ചോ? ഞാൻ അയച്ചു. ആരുടെ പേരില്? അങ്കിളിന്റെ പേരില്. അത് പിന്നെ അപ്പച്ചിക്ക് ഒരു സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച അങ്കിളിന്റെ പേരിൽ ഒരു കാർഡ് ഞാൻ അയച്ചു. ഇപ്പൊ അപ്പച്ചിയുടെ പേരിൽ അങ്കിളിന് ഒരു കാർഡ് അയച്ചു കഴിഞ്ഞാൽ വിഷമം തീരുവോ? കുട്ടിക്കളിയല്ല, അവളെ സബ്സ്റ്റിറ്റ്യൂട്ട് കളിച്ചിരിക്കുന്നു. എന്തോ നാണക്കേടെന്ന് പറയണം. നാണക്കേട് അവള് വല്ല വഴക്ക് പറഞ്ഞോ? എന്തോന്ന്? എവിടെ? ദൈവമേ, വീട്ടിലോട്ടൊന്നും കയറരുത്. എന്തോ അവിടെ തന്നെ വരില്ലെന്ന്. മുട്ടാല നല്ല പിടിക്കും ഞാൻ. ഇവനെ ഞാൻ ഇന്ന് റോസാപ്പൂ കിട്ടിയില്ല, പകരം ഇത് മതി. റോസാപ്പൂവിനൊക്കെ എന്താ വില? എന്തോടെ കാണിക്കുന്നേ? ഞാൻ വീട്ടുകാരെ മൊത്തം വിളിക്കട്ടാ? വിളിപ്പിങ്കി, നീ നിന്റെ വീട്ടുകാരെയൊക്കെ വിളിപ്പിങ്കി. ഞാൻ അവരോട്ടൊക്കെ ഒന്ന് പരിചയപ്പെടട്ടെ. താനെന്ത് ദുരന്തമാടോ? എന്തിനാ വന്നേ? ക്രിസ്മസ് കാർഡ് പിങ്കിക്ക്. എനിക്കൊന്നും വേണ്ട. പിങ്കി ഇത് വാങ്ങി. പിങ്കി ഇത് പിങ്കിക്ക് വേണ്ടി ഞാൻ എഴുതിയതാ. ഇതെന്റെ കരളാണ് പിങ്കി. തനിക്കെന്തോ സൈക്കോണോ താൻ? പിങ്കിയുടെ കാര്യത്തിൽ ഞാൻ ചെറിയ സൈക്കോയാ. പിങ്കി, നീ ഇത് വാങ്ങിച്ചില്ലെങ്കിൽ ഇവിടെ കെട്ടിത്തൂങ്ങി ഞാൻ ചാവും. എവിടെ ചാവാൻ പറഞ്ഞ ഒരാളോട് ഇങ്ങനെയാണോ പിങ്കി പറയണേ? വാങ്ങി പിങ്കി. ആരെങ്കിലും കാണരുത്, പോ അങ്ങോട്ട്. ആരെങ്കിലും കാണുന്ന നീ ഇത് വാങ്ങി. ചേച്ചി വന്നു, ചേച്ചി വരണേ. ദുരന്തം. പിങ്കി ഇത് വാങ്ങ്. പിങ്കി 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 ഒരു കാര്യം പറയാൻ പറഞ്ഞേ. ലവ് യു, മിസ് യു. ആരവിടെ? അടിയൻ. ആരാന്ന്? അത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോയി. നമ്മളെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ പോണം? നീ എന്തിനു പിന്നെ അവിടെ പോയി ചെന്ന? അത് പിന്നെ ബഹളം ഭയങ്കര ബഹളം. എന്ത് ബഹളം? എന്തോ ഒരു ബഹളം, അത് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. തൊന്നുണ്ടല്ലോ. എന്തുവാ അടി ഇത്? ഹായ് ക്രിസ്മസ് കാർഡ്. നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് കാർഡ്. അയ്യോ, ക്രിസ്മസ് പാപ്പയായിരിക്കും. ആണല്ലേ? തുറക്കല്ലേ വായ്. Don't forget me. I am with you always. I love you and I feel your love too. Love plus love is equal to made for each other. I love you. Your കണ്ണാപ്പി. ആരാടേ കണ്ണാപ്പി? അതെ, എന്നെ നാട്ടിക്കുന്നു പ്ലീസ്. ഞാൻ നിരപരാധിയാണ്. എന്റെ കൂടെ പഠിക്കുന്ന ചെറുക്കൻ, അവന് ഭ്രാന്താണ്. അവൻ തന്നിട്ട് പോയേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇതാണ് നീ കുത്തിയിരുന്ന് ഗ്രീറ്റിംഗ് കാർഡ് മേടിച്ചിട്ട് ഓരോരുത്തർക്ക് അയക്കണോന്നും പറഞ്ഞിട്ട് നീ കിടന്ന് കുറെ നേരം കൊണ്ട് കാണിച്ച പരിപാടി. അതല്ല ഇത്. ഇത് ഞാൻ ഇപ്പം അച്ഛനോടും അമ്മയോടും പറയും. അയ്യോ പറയരുത് പ്ലീസ്. കാല് പിടിക്കാൻ ഞാൻ എന്തോ ചേച്ചി പ്ലീസ് പറയരുത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നിരപരാധിയാണ് പ്ലീസ്. നീ എന്നെ കണ്ട് പടിയടി. ഇത്രയും വയസ്സായി എനിക്ക് ഇതുപോലത്തെ ഒരു പരിപാടിയില്ല. മുട്ടേന്ന് വിരിഞ്ഞില്ല അവളുടെ ഒരു പ്രേമം. ഇത് ഞാൻ ഇപ്പൊ അച്ഛനോടും അമ്മയോടും. ഇല്ല ആരടുത്ത് പറയരുത്. ഞാൻ ഒന്നും ചെയ്തില്ല, സത്യം ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആരടുത്ത് പറയില്ല പ്ലീസ്. എന്തുവേണമെങ്കിലും ചെയ്ത് എന്തും ചെയ്യോ? ഒരു ക്രിസ്മസ് കാർഡ് എടുക്കട്ടാ? അത് നിന്റെ കണ്ണാപ്പിക്ക് കൊണ്ടുപോടും. എനിക്കതൊന്നും വേണ്ട. പിന്നെന്താ? അതെ, ക്രിസ്മസിനെ ഞാനേ ഡ്രസ്സൊന്നും മേടിച്ചില്ല. അതുകൊണ്ട് എനിക്കൊരു 1000 രൂപ വേണം. നീ എവിടെന്നെങ്കിലും എനിക്ക് സെറ്റാക്കി തരണം. അത് പിന്നെ മറ്റേ ക്രിസ്മസ് കാർഡ് വാങ്ങിച്ചതിന്റെ ബാക്കി ഒരു 225 രൂപ പിന്നെ നിന്റെ എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛൻ്റെ എടുത്ത കാശ് പിന്നെ കുറച്ച് എല്ലാം കൂടെ കൂട്ടി ഒരു 1000 ഉണ്ടാവും. തരാം. പക്ഷെ ഞാൻ നിരപരാധിയാണ്, നീ എന്നെ വിശ്വസിക്കുന്നു പ്ലീസ്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് പൈസ ഇപ്പൊ വേണം. പൈസ തരാം, അവിടെ എത്തിയിട്ട് തരാം. കാർഡാ? ഇത് എന്റെ എവിഡൻസ് ആണ്. ഇത് നിനക്ക് തരണ പ്രശ്നമില്ല മോളെ. നാശം. ആര് നാശം?
ഞാൻ സ്വയം പ്രാഗി അതെ തരാം വീട്ടില്. എന്നാട് വാ. ആയിരുന്നു. പിള്ളേരുടെ ഭക്ഷണം ഒന്നും വേണ്ടേ? വേണ്ട, വയറ് നിറഞ്ഞ്. എങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചാ വേണ്ടേ നിനക്ക്? വേണ്ടേ? വേണം വേണം. ഞാൻ എടുത്തു വെക്കല്ലേ? നല്ല വിശപ്പ്. എന്തു പറ്റി? ഇവളെന്തിങ്ങനെ നിക്കണേ? ഒന്നും ഇല്ല. ഇതിൽ കൂടുതൽ എന്ത് പറ്റാൻ? ആ ചേച്ചി കള്ളി എനിക്ക് ക്രിസ്മസ് അയച്ചു, ക്രിസ്മസ് കാർഡ് അയച്ചല്ലേ. ആ വാക്ക് ഇനി ഇവിടെ വണ്ടി പോരുത്. എനിക്കിഷ്ടല്ല ആ വാക്ക്. ലവ് യു. പിങ്കി, ഓ എനിക്കേ പോയി ഫുഡ് എടുത്തു. ആ ശരി. വാ വാ കാർത്ത്, മക്കളെ വാ. കേറി. അയ്യോ മറന്നുപോയി. വെള്ളം വേണ്ടേ? വേണം. ചൂടുവെള്ളം വേണോ തണുത്ത വെള്ളം വേണോ? രണ്ടും എടുത്തു വെച്ചോ. ശരി പോട്ടെ. വാ വാ വാ. അവള് നിനക്ക് ഭക്ഷണം എടുത്തരാൻ പോന്ന ആ എന്ത് ഇത്ര അനുസരണോ? അതെ മാ, ഐ ലവ് യു. ഐ ലവ് യു ടു.